ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് ഏതറ്റം വരെയും കഠിനാധ്വാനം ചെയ്യുന്ന ഡയറക്ടർ ആയിട്ടാണ് ഷാഫിയെ സഹപ്രവർത്തകർ ഓർക്കുന്നത്. രാവും പകലുമില്ലാതെ ജോലി ചെയ്താണ് ഷാഫി മായാവി തീർത്തത്. അമിത ജോലിയും ടെൻഷനും കാരണം അദ്ദേഹം ഒരിക്കൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. 2007 ഫെബ്രുവരി 3-നാണ് മായാവിയുടെ റിലീസ് ഡേറ്റ് വെച്ചത്. ഷൂട്ട് കഴിഞ്ഞ് 18-ാം ദിവസം പടത്തിന്റെ റിലീസ് ചാർട്ട് ചെയ്തു. ഇതിനായി രാവും പകലും ചെന്നൈയിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഷാഫി ചെയ്തു. എഡിറ്റിംഗിനിടെ ഒരു ദിവസം അദ്ദേഹം തല കറങ്ങി വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രഷർ വളരെ ഉയർന്നിരിക്കുകയാണ്, അഡ്മിറ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ആ വാക്ക് കേൾക്കാതെ ഉടൻ ഡിസ്ചാർജും ഗുളികയും മേടിച്ച അദ്ദേഹം എഡിറ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് ഓടുകയായിരുന്നു. ഇതേക്കുറിച്ച് മാതൃഭൂമി അഭിമുഖത്തിൽ ഷാഫി പറയുന്നുണ്ട്. നിർമ്മാതാവായ വൈശാഖ് രാജിന്റെ പുതിയ തിയേറ്റർ ആറ്റിങ്ങലിൽ ഉദ്ഘാടനമായിരുന്നു. അവിടെ വെച്ചാണ് മമ്മൂക്കയും ഞാനും ഗോപികയും അടക്കം മായാവി റിലീസ് ഷോ കണ്ടത്. ആദ്യ ഷോ കഴിഞ്ഞതോടെ തന്നെ പടം കയറി കൊളുത്തിയെന്ന് മനസ്സിലായി. എൻ്റെ ഒരു സിനിമ കണ്ട് സംവിധായകൻ രഞ്ജിത്തേട്ടൻ ആദ്യമായി വിളിച്ചത് മായാവിക്കാണ്. 2007-ലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിലൊന്നായി മായാവി മാറി. ഈയിടെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക എന്നെ വിളിച്ചു. ഷാഫി, എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമാണ്. എന്താ ടീച്ചറെ, എന്തുപറ്റി എന്ന് ചോദിച്ചു. നിങ്ങളുടെ മായാവി കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു കൊച്ചുമകനുണ്ട്. അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മായാവിയുടെ DVD ഇട്ടുകൊടുക്കണം, ഷാഫി വ്യക്തമാക്കി. മായാവിയുടെ ഷൂട്ടിങ്ങിനിടെ വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് മായാവിയുടേത്. ഫ്രെയിമിൽ നഗരത്തിന്റെ ഒരു അടയാളപ്പെടുത്തലും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ സിനിമ ഷൂട്ട് ചെയ്തത് എറണാകുളം നഗരത്തിലാണ് എന്നതാണ് കൗതുകം. എറണാകുളത്തെ കായലും അതുപോലെ പനങ്ങാട്, കുമ്പളം തുടങ്ങി നഗരത്തിനടുത്ത സ്ഥലങ്ങളുമാണ് ലൊക്കേഷനായത്. ആറാണിമുട്ടം തറവാട് ചാലക്കുടിയിലും വില്ലന്മാരുടെ തോട്ടപ്പള്ളി തറവാട് വൈക്കത്തും വെച്ച് ഷൂട്ട് ചെയ്തു. തിരക്കഥ ചർച്ച നടക്കുന്ന ഒരു ദിവസം രാവിലെ ഞാൻ ചെന്നപ്പോൾ നിർണായകമായ വള്ളം മറിയുന്ന സീൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അയ്യോ, ഇത് എന്താണ് വെട്ടിക്കളഞ്ഞതെന്ന് ഞാൻ റാഫി മെക്കാട്ടിനോട് ചോദിച്ചു. അത് വേണ്ടടാ, എടുക്കാൻ ഭയങ്കര പാടായിരിക്കും എന്നായിരുന്നു മറുപടി. അയ്യോ, എനിക്ക് അങ്ങനത്തെ രംഗങ്ങൾ എടുക്കാനാണ് ത്രില്ല്. എൻ്റെ മറുപടി കേട്ടതോടെ ആ സീൻ വീണ്ടും ഉൾപ്പെടുത്തി. സഞ്ജീവ് ശങ്കറായിരുന്നു ക്യാമറ. കൊച്ചി കായലിൽ വെച്ചായിരുന്നു വെള്ളമറിയുന്ന സീൻ ചിത്രീകരിച്ചത്. വെള്ളമറിഞ്ഞ് മഹി എല്ലാവരെയും രക്ഷിക്കുന്ന രംഗമാണ്. ഗോപികയ്ക്ക് കായലിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. പൂളിലിറങ്ങാൻ വളരെ പേടിയാണ് അവൾക്ക്. മമ്മൂക്കയ്ക്ക് പിന്നെ കായലെങ്കിൽ കായൽ, കടലെങ്കിൽ കടൽ എന്നേ ഉള്ളൂ. കാരണം അമരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഗോപികയുടെയും മറ്റും പേടി മാറ്റാൻ സംവിധായകനും യൂണിറ്റും ആദ്യം കായലിലിറങ്ങി. അതോടെ എല്ലാവർക്കും ധൈര്യമായി. കായലിന്റെ നടുക്ക് ചങ്ങാടം സെറ്റ് ചെയ്താണ് ആ രംഗം ചിത്രീകരിച്ചത്. പടത്തിലെ ചെറിയൊരു രംഗമാണെങ്കിലും 3 ദിവസമെടുത്തു ചിത്രീകരിക്കാൻ, ഷാഫി പറയുന്നു. അതേസമയം മമ്മൂട്ടിയെ പോലുള്ള സൂപ്പർ താരങ്ങൾക്ക് മാത്രമല്ല, സുരാജ്, സലീം കുമാർ തുടങ്ങിയ താരങ്ങൾക്കും നിരവധി ബ്രേക്കുകൾ നൽകിയ സംവിധായകൻ ഷാഫിയാണ്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കടന്നുവരുന്ന സുരാജ് വെഞ്ഞാറമൂടിനെ കോമഡി ഐക്കണാക്കിയത് മായാവിയാണ്. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ആദ്യ അവസാനം നിറഞ്ഞു നിന്ന ഗിരി എന്ന കഥാപാത്രം സുരാജിനെ രക്ഷിച്ചു. പക്ഷേ സുരാജിന്റെ മികച്ച ഷാഫി കഥാപാത്രം പിന്നീട് ദശമൂലം ദാമുവായി മാറിയിരുന്നു.